പല വിഭാഗത്തിൽപ്പെട്ട രോഗികൾക്കും ശാസ്ത്രീയമായ ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയുന്നു എന്നതാണ് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യം. മാത്രമല്ല, കാലങ്ങളായി അനുഭവിച്ചിരുന്ന വിഷമതകളിൽ നിന്നും കഴിച്ചിരുന്ന മരുന്നുകളിൽ നിന്നും ആവശ്യമായി വരാവുന്ന ഓപ്പറേഷനുകളിൽ നിന്നും മോചനം നേടാനും കഴിയുന്നു എന്നത് രോഗികൾക്കും പുത്തൻ ഉണർവും പ്രതീക്ഷയും നൽകും. ചികിത്സയ്ക്കായി വരുന്നവരിൽ ചിലർ വർഷങ്ങളായി മരുന്നും പലതരം ഓപ്പറേഷനുകൾക്കും വിധേയരായിട്ടും അസ്വസ്ഥതകൾ മാറ്റാൻ കഴിയാത്തവരാകും. മറ്റു ചിലർ ഓപ്പറേഷൻ, ഹൃദയത്തിനായി ആൻജിയോഗ്രാം, ബൈപ്പാസ് സർജറി അല്ലെങ്കിൽ പേസ് മേക്കർ ഇംപ്ലാന്റ്, വാൽവ് റീപ്ലേസ്മെന്റ് തുടങ്ങിയവ വേണമെന്ന് പറഞ്ഞവർ, ആർത്രൈറ്റിസിനായി സന്ധി മാറ്റിവയ്ക്കലും കീഹോൾ ഓപ്പറേഷനും ആവശ്യമായവർ, തൈറോയിഡ്, ഗർഭാശയ ശസ്ത്രക്രിയകൾ പറഞ്ഞവർ, വെരിക്കോസ് വെയിൻ, പൈൽസ്, ഹെർണിയ തുടങ്ങിയ പലതരം ഓപ്പറേഷനുകൾ വേണമെന്ന് പറയുമ്പോൾ അത് ഒഴിവാക്കാൻ ആഗ്രഹിച്ചായിരിക്കും പലരും വരുന്നത്. രോഗം കണ്ടുപിടിച്ച് ഉടൻ തന്നെ മരുന്ന് കഴിച്ച് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ ചികിത്സയ്ക്കായി എത്തുന്നവരുമുണ്ട്. രോഗമൊന്നും ഇല്ലാതെ തന്നെ അമിതവണ്ണം കുറച്ച് ബോഡി ഷേപ്പാക്കി സൗന്ദര്യവും ആരോഗ്യവും തിരിച്ചു പിടിക്കാനായി വരുന്നവരും, തീരെ മെലിഞ്ഞവർ തൂക്കം കൂട്ടി സൗന്ദര്യവും ആരോഗ്യവും വർദ്ധിപ്പിക്കാനായും വരും. ദമ്പതികൾ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ ആരോഗ്യം ഉറപ്പാക്കാനായി പ്രഗ്നൻസി പ്ലാനിങ്ങിന്റെ ഭാഗമായി ജീവിതശൈലി ക്രമീകരിക്കാൻ സപ്പോർട്ടിനായിട്ട് വരുന്നു. കൂടാതെ വന്ധ്യതാ പ്രശ്നങ്ങൾ നേരിടുന്ന ദമ്പതികളും ഈ ചികിത്സയ്ക്കായി എത്തുന്നുണ്ട്. കൂടാതെ ക്യാൻസർ ചികിത്സയ്ക്ക് ശേഷം റെക്കറൻസ് അതായത് വീണ്ടും ക്യാൻസർ വരുന്നത് ഒഴിവാക്കാനായും ക്യാൻസർ പാലിയേറ്റീവ് കെയറിന്റെ ഭാഗമായും, പ്രത്യേകിച്ചും അഡ്വാൻസ്ഡ് ക്യാൻസർ ഉള്ളവർ പാലിയേറ്റീവ് കെയറിന്റെ ഭാഗമായും ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും ഒക്കെ വന്നവർ വീണ്ടും വരുന്നത് ഒഴിവാക്കാനും തുടങ്ങി പലതരം ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരും ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നവരുമായ പല വിഭാഗത്തിൽപ്പെട്ടവർക്കും ശാസ്ത്രീയമായ ജീവിതശൈലി ക്രമീകരണത്തിലൂടെ പ്രയോജനം ലഭിക്കുന്നതായാണ് കാണുന്നത്. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.